നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് ടിനി ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം കോട്ടയമാണ് വരാൻ പോകുന്നത്. വിഷ്ണു, അമൽ, ബാസ്റ്റിൻ. എണ്ണ വെച്ചിട്ട് നീ എവിടെ പോവാ? കുളിക്കാൻ പോണു. എടാ, എണ്ണ തേച്ചിട്ട് പോണെന്നാണോ ഞാൻ പറഞ്ഞേ? ശാസ്ത്രീയ നാമ. ഏത് ശാസ്ത്രി മാമൻ? ശാസ്ത്രി മാമന്റെ അല്ല, ശാസ്ത്രീയ നാമ. ശാസ്ത്രീയ നാമം. നീ ഇങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഇന്ന് നമുക്ക് ലാബ് എക്സാമാ. നീ വല്ലതും പഠിച്ചോ? പിന്നെ ഞാൻ മൊത്തം പഠിച്ചിട്ടുണ്ട്. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കണ്ണിന് കാഴ്ച തരാൻ വേണ്ടി സഹായിക്കുന്ന ഗ്രന്ഥി ഏത്? ഇത്രേ ഉള്ളൂ. ഇത് സിമ്പിൾ അല്ലേ? റെജീന. അത് അങ്ങനെ അല്ല, അത് പണ്ട് തൊട്ടേ അത് അങ്ങനെയാ. അങ്ങനെയാണ്. അയ്യോ. പിന്നെ എബിൻ വർഗീസേ, ഈ സ്കൂളിലെ ഏറ്റവും വലിയ റാങ്ക് ഹോൾഡറും 100% വിജയം പ്രതീക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയായ സ്ഥിതിക്ക് നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എടാ, നമ്മുടെ സ്കൂളിന്റെ മതിലിന്റെ പുറകിലെ അയ്യോ KV സെബാസ്റ്റ്യൻ എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാ സംഭവം? അയ്യോ KV സെബാസ്റ്റ്യൻ. ഒരു തലയോട്ടിയുടെ ഫോട്ടോ വെച്ച് 2 ആരോ ചിഹ്നൊക്കെ വെച്ചിട്ട്. നിനക്ക് സ്കൂളിൽ ആരാവണമെന്നാ പറഞ്ഞേ? റാങ്ക് ഹോൾഡർ. അത് അയ്യോ KV സെബാസ്റ്റ്യൻ അല്ല, 11 KV സബ്സ്റ്റേഷൻ. അങ്ങനെയാണോ? അങ്ങനെയാണ്. എനിക്ക് കുറെ നാളായിട്ട് എപ്പോഴും എന്തെങ്കിലും വായിക്കുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. അത് എന്തുവായിരിക്കും വർഗീസ്? എനിക്കറിയാൻ പാടില്ല. പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പ മനക്കലെ മാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ. നീ തന്നെ വിരലും കറക്കിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഇതിന്റെ അറ്റത്തൊരു ID കാർഡ് ഉണ്ടായിരുന്നല്ലോ, അത് അതങ്ങ പോയ വഴി അങ്ങ് പോയി. എന്നാടാ നിന്റെ കൊച്ചുകാരൻ ഞങ്ങൾക്ക് ബാക്ക് ബെഞ്ചേഴ്സിന്റെ പുറത്തേക്കാൻ പറ്റിയല്ലോ. നിന്നെ എന്തിനാ പ്രിൻസിപ്പളിന്റെ മുറി കൊണ്ട് നിർത്തിയത്? അയ്യോ, അത് മാങ്ങക്കെട്ട് കല്ലെറിഞ്ഞതിന്. ഒരു മാങ്ങക്കെട്ട് കല്ലെറിയുന്നൊക്കെ ഇത്രയും വലിയ തെറ്റാന്നോ? മാങ്ങക്കെട്ട് കല്ലെറിയണ തെറ്റല്ല, ആ മാങ്ങയെന്ന് വീണത് കഞ്ഞി വെക്കണ കുഞ്ഞുമോഞ്ചേട്ടന്റെ തലയില. 8 സ്റ്റിച്ചാ. വെറുതെ അല്ല, കഞ്ഞി കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നപ്പോ കുഞ്ഞുമോഞ്ചേട്ടൻ ഹർഭജൻ സിംഗ് ഇരിക്കുന്ന പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അല്ലടാ, നിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്തിനാ സസ്പെൻഡ് ചെയ്തേ? അത് ഞാൻ നിരപരാധിയാ. നിങ്ങൾ ഇത് കേൾക്കണം. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ വരാൻ വേണ്ടി ഞാൻ 1 മണിക്കൂർ ലേറ്റ് ആയേ. അപ്പൊ അനൂപ് സാർ എന്നോട് പറയുക, അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. നീ എന്നാ ചെയ്തേ? ഒരു അധ്യാപകൻ പറഞ്ഞ എങ്ങനെയാണ് കേൾക്കാണ്ടിരിക്കണേ? ഞാൻ പുള്ളിയുടെ അച്ഛനും അച്ഛന്റെ അച്ഛനും മുത്തച്ഛനും നിന്നെ വിളിച്ച്, എന്നിട്ട് ഞാൻ കുറ്റക്കാരൻ. അത് ഞാൻ ചെയ്തത് തെറ്റാണോ? അവൻ ചെയ്തത് തെറ്റില്ലല്ലേ? ശുദ്ധ തെണ്ടിത്തരം. അല്ലാതെ അതിനൊന്നും പറയാൻ പറ്റത്തില്ല. ആ ശരി, നീ സപ്പോർട്ട് ചെയ്യില്ലേ? ഇല്ല. ഒറ്റ അടിക്കും ഞാൻ, 10 അടിക്കും. +1 തോമച്ചേട്ടൻ എന്റെ കൂട്ടാൻ ഇടിക്കട്ടോ. മാട് പോലെയുള്ളവനൊക്കെ എന്നെ കണ്ട് പേടിക്കണം. ഡോറ അല്ല, അത് ജനല. അതല്ല ഡോറ. എന്നാണോ? ലവ് ലെറ്റർ. നീ എന്നാണ് ഈ നനഞ്ഞ മൈനയുടെ ഫിഗർ കൊണ്ട് കരയുന്നേ? ഞാൻ ഗ്രൈൻഡൊന്നും അല്ലല്ലോ, ലവ് ലെറ്റർ അല്ലേ തന്നത്. നിനക്കൊന്നും അല്ല, നിന്റെ കൂട്ടുകാരി അനീറ്റിക്ക് കൊണ്ട് കൊടുക്കത്. ഇത് കൊടുത്താലും കൊടുത്തില്ലേലും കുറ്റം. നിനക്കാ വായിച്ചു നോക്കിട്ട് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. ഡോറേ, റോട്ടിലുണ്ട് പട്ടി, സ്കൂളിലുണ്ട് കുട്ടി, നീ എന്റെ തങ്ക കട്ടി. എടാ മരപ്പട്ടി, ഓടാ മരപ്പട്ടി. അതിങ്ങ കൊണ്ടുപാടി ഇസ്തിരിപ്പെട്ടി. ഞാനത് നോക്കിയിട്ട് തിരിച്ചോണ്ട് അല്ലെങ്കിൽ ഇവളെയൊക്കെ പ്രേമിക്കാൻ പോയി. ഞാനൊരു സാധനം കൊണ്ടുണ്ട്. CD ആടാ, പെൻഡ്രൈവ് അല്ല, കൊച്ചു പുസ്തകം. ഇതാണ് സ്പാരോ. ഇതെന്തിനാ ഉപയോഗിക്കുന്നേ? അയ്യോ, ഇത് സോഡാ കുപ്പിയുടെ അടപ്പ് ഞാൻ പൊട്ടിച്ച് ചളക്കിയതാ. ആണോ? ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ആക്കിയാ മതി. കല്ല് വരെ അറ്റു പോകും. ആരാ ഉണ്ടാക്കി തന്നെ? എന്റെ അച്ഛൻ ഉണ്ടാക്കി തന്നെ. അച്ഛൻ എന്തിനാ? അച്ഛൻ ഇപ്പൊ മൂക്ക് അറ്റു പോയിട്ട് ആശുപത്രി കിടപ്പുണ്ട്. അത്രയ്ക്കുണ്ട് നിന്റെ കോണം. നിനക്ക് വേണം? എനിക്ക് മൂക്ക് വേണം, പോടാ. എന്നാ ഈ ശരത് ബീസിന്റെ കൂടെ കൂടി നീ ചീത്തയായിപ്പോ. നീ എന്റെ കൂടെ കൂടിയിട്ട് ഫുൾ A+ മേടിക്കാൻ നോക്ക്. എനിക്ക് A+ ഒന്നും വേണ്ട.
എനിക്ക് വേറൊരു അംബീഷൻ ഉണ്ട്. എന്തുവാ? എനിക്ക് ലോകം അറിയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനാവണം. ശരിക്കും? ആ പിന്നെ ആരാവണെന്നാണ് പറഞ്ഞത്? ലോകം അറിയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ. ഓ, ഈ ക്രിക്കറ്റ് കളിക്കാരന്റെ കാര്യം നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ടൂർണമെന്റിന് യവനെയും കൊണ്ട് പോയി. ഈ ക്രിക്കറ്റ് കളിക്കാർ വെക്കുന്ന പാടെടുത്ത് മുഖത്ത് വെച്ചിട്ട് ഇവൻ പറയുക, ഇതെന്നാടാ ഓക്സിജൻ മാസ്ക് മാത്രമേ ഉള്ളൂ, സിലിണ്ടർ ഇല്ലേ എന്ന്. അവനാണ് ലോകത്തെ അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷ? ഞങ്ങക്ക് രാവിലെ. രാവിലെയാണ്. എനിക്ക് ഉച്ച കഴിഞ്ഞാ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തരാമോ? തരാം. സത്യം? ട്രൂത്ത്. അമ്മ സത്യം തരാടാ. ആ, എന്നാ ഞാൻ പോവാട്ടോ. അയ്യോ, ദേ 8 ബേല് സുമേഷ് വന്നു. പാവം പിടിച്ചവനാ. സുമേഷേ, നിന്റെ അച്ഛൻ്റെ ഉച്ചി നിൽക്കണം അവിടെ. ഞാനങ്ങ് വരുവാ കേട്ടോ. എന്തൊരു ശല്യം നോക്കി ഇവനെ കൊണ്ട്. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുവാ? വായിച്ച് മനസ്സിലായിക്കോ. എന്തുവാ ഇത്? എന്റെ ഹൃദയവാ. ഞാൻ വിചാരിച്ച് കപ്പ പൊളിച്ചു വെച്ചേക്കുന്നതാണ്. അല്ല, ഇതെന്റെ ഹൃദയം. നിന്നോട് ഞാൻ പിണങ്ങി, നിന്നെ കൂട്ടില്ല. എന്നോട് എന്തിനാ പിണങ്ങുന്നേ? പിണങ്ങി, നീ എന്നെ കളിയാക്കി. ഞാൻ നിന്റെ ബെസ്റ്റ് അല്ലേ? ആണോ? ബെസ്റ്റോട് ഒരിക്കലും പിണങ്ങാൻ പാടില്ല. കൂട്ടുകൂടിക്ക്. അങ്ങനെയെങ്കിൽ എന്നോട് മിണ്ടുവാണെങ്കിൽ നിനക്ക് ഒരു കൂട്ടായം തരാം. എന്നതാ? നെല്ലിക്ക ഉപ്പിലിട്ടത്. നെല്ലിക്കൊപ്പിലിട്ടതാ? നെല്ലിക്കൊപ്പിലിട്ടത് എനിക്കിവിടെ കഴിഞ്ഞ തരാം. അല്ല, വേണ്ട, നിനക്ക് തരത്തില്ല. അതെന്നാ? ഇല്ല, തരത്തില്ല. അതെന്നാ? ഇല്ല, നിനക്ക് ഭയങ്കര കൊതിയാ. ഒരെണ്ണം താടി, ഒരെണ്ണം താടി. വേണ്ട, ഓർത്ത് ഇത്രയും കാണും തെണ്ടില്ല. ചോദിച്ചില്ല, കൊടുത്തില്ല, മോശ. കഴിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലേ? എന്റെ വീട്ടിൽ ഇതുപോലെ കൊറേ അമ്മ ഇങ്ങനെ വേണ്ട, ഇനി അവൻ എന്റെ തന്തയ്ക്ക് പരീക്ഷ ഉള്ളതല്ലോ. പരീക്ഷ ഉള്ളതാണോ? എന്നാ കയറിയില്ലേടാ അങ്ങോട്ട്. നമ്മുടെ സ്കൂളിലെ മണി മോഷണം പോയി. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞ് സാറുമാരെല്ലാവരും ക്ലാസ്സിൽ ചെന്ന് മണി അടിച്ചിട്ട് തുടങ്ങിയാൽ മതി. അയ്യോ, സോറി. എന്നാടാ വായില് ഉപ്പിലിട്ടാ? വീട്ടിൽ ഭരണയില്ലേ? അതല്ലെന്ന്, ഉപ്പിലിട്ടാ ഞാനത് വായിലോട്ട് അണ്ണാക്കിലോട്ട് ഇറങ്ങിയല്ലേ? എന്നാ കാണിക്കുവാ? അത് ഉണ്ടാക്കിട്ടിട്ട് ഞാൻ കൊലക്കേസ് പറയണോ? അത് ഇനി ആരെടുത്ത് കളയും? എന്റെ പൊന്നെ, വല്ല കാക്ക എടുത്തോണ്ട് വെക്കോളൂ. ആണേ കൊള്ളാം. അതായത് നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഇരിക്കുന്ന അസ്ഥികൂടത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിനിപ്പോ തെർമോക്കോൾ നട്ടല്ല. ഇതിന്റെ നട്ടൽ ആരാ എടുത്തോണ്ട് പോയത്? എന്റെ പൊന്നു സാറേ, ഞാനല്ല. പിന്നെ ശരത്ത് ബിയസാ. അവൻ എന്തിനാടാ അതിന്റെ നട്ടല്? അവന്റെ അമ്മ എന്നും അവനോട് പറയുന്നു അവന്റെ അച്ഛന് നട്ടലില്ല, അതുകൊണ്ട് ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ആ ചെറുക്കൻ ഇവിടെ കേട്ടില്ല കേട്ടോ. അതിനാ? അവനെ പന്ന ചെറുക്കനാ. വെറും പന്നനവൻ. കഴിഞ്ഞ ദിവസം ഇവിടെ ഇരിക്കുന്ന സൾഫ്യൂരിക് ആസിഡിൽ കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടത് പറയാ, സാറേ ഫ്രഷ് ലൈമാ കുടിച്ചോളെ. സാറത് കുടിച്ചാ? ഇല്ല, ഞാൻ വയറ് നിറഞ്ഞിരുന്നോണ്ട് കുടിച്ചില്ല. അതുകൊണ്ട് പന്നനവൻ. അവന് ഇന്നത്തെ കേട്ടരുത് കേട്ടില്ല. പിന്നെ പ്രിൻസിപ്പള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര പരിഷത്ത് വരുവാണ്. അപ്പൊ ശാസ്ത്ര പരിഷത്ത് വരുമ്പോ അതിന് പേര് കൊടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ ഇപ്പൊ പേര് തരിക. എന്തിനാ മോളെ? ചന്ദനത്തിരി നിർമ്മാണം. ആരും പങ്കെടുക്കാത്ത മത്സരം. ഇതുവരെ സ്കൂൾ കുട്ടികൾ ചന്ദനത്തിരി നിർമ്മാണത്തിന് പങ്കെടുത്തിട്ടില്ല. നിനക്ക് ഫസ്റ്റ് കിട്ടുവോ ചെയ്യും. അല്ല, അങ്ങനെയെങ്കിൽ സാറേ ഞാൻ കഴിഞ്ഞ കൊല്ലം ചെയ്ത ചിരട്ടക്കകത്ത് വിരിഞ്ഞു വരുന്ന താമര ഉണ്ടാക്കട്ടെ. അത് ചിരട്ടക്കകത്ത് വിരിഞ്ഞു വരുന്ന താമരയായിരുന്നു. എന്റെ പൊന്നു കുഞ്ഞാ, ഞങ്ങൾ ഓർത്ത തവള ആവളിച്ചിരിക്കണതാണ്. എന്നെ പോലെ 3 അധ്യാപകര് ടോർച്ചും കത്തിച്ച് രാത്രി ഇരുന്നിട്ടാണ് അത് തവളയാണെന്നെങ്കിലും മനസ്സിലാക്കിയത്. അതുകൊണ്ട് മോളെ, നീ പഠിച്ചാൽ മതി, നീ ഒന്നിനും പങ്കെടുക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് പരീക്ഷ തുടങ്ങിയാലോ? കേറിയിരുന്നേ. ഓടിക്കേ. അറ്റത്ത് പോ. ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് കേട്ടോ. ഇല്ല. ഉറുമ്പിന്റെ പുറകിലുള്ള ഗ്രന്ഥിയുടെ പേരെന്ത്? ചന്തി ഗ്രന്ഥി. എന്നാ ഗ്രന്ഥിയായിട്ട് ഇങ്ങനെ വന്നാടാവേ. ചന്തി ഗ്രന്ഥി അല്ലേ? ഇങ്ങനെ വന്നേ. ഒന്ന് ടൈറ്റ് ആയോ? ഇല്ലല്ലേ. ഇപ്പൊ ടൈറ്റ് ആയോ? ശകലം ടൈറ്റ് ആയി. ഇച്ചിരി കൂടെ ടൈറ്റ് ആയോ? അപ്പൊ കേറി. നൊന്തോ? ഇല്ല, വെന്ത്. അടുത്ത ചോദ്യമാണ്. മെർക്കുറി എടുത്തോണ്ട് തരിക. സാർ ഇത് ചോദിക്കുന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പപ്പാനെ കൊണ്ട് പറഞ്ഞ് മേടിപ്പിച്ചു. എന്നാ മോളെ? മലക്കറി. മെർക്കുറി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ മലക്കറി എടുത്തോണ്ട് വന്നേക്കേ. ഈ ഇരിക്കുന്ന പളുങ്ക് പോലെയുള്ള സാധനമാണ് മെർക്കുറി. അയ്യോ, ഇതാണോ പളുങ്ക്? അപ്പൊ ഇതിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത്. അയ്യോ, ക്ലാസ്സിൽ വരുവോ? എടാ, നിന്നെയൊക്കെ തല്ലണേന്ന് പേര് ഞാൻ എന്നെ തല്ലി എന്റെ ദേഷ്യം അങ്ങ് തീർക്കട്ടെ. ക്ലാസ്സിൽ വരുവോ? അങ്ങോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. ആസിഡും ആൽക്കലിയും ചേരുമ്പോൾ എന്താവുന്നു? നല്ലൊരു സിനിമയാവും. ധാരകാരി പറയണേ. ആസിഫും അനാർക്കലിയും. മറ്റവനെ നിന്നെ ഞാൻ കുറെ നാളായിട്ട് ആസിഫും അനാർക്കലിയുടെ കാര്യമാണോ പറഞ്ഞത്? ആസിഡും അനാർക്കലിയും ആസിഡും ആൽക്കലിയും അതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത സാധനമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഗ്രാഫ് വരയ്ക്കുക. പെട്ടെന്ന് വരച്ചോ കേട്ടോ. ഓ, ക്ലാസ്സിൽ കയറി വന്നിട്ട് എന്നാ എന്റെ പൊന്നു കുഞ്ഞ ഇത്രയും വിശദീകരിക്കണ്ട. അത് ഡ്രിമ്മി
ട്രിം ചെയ്യാൻ പറഞ്ഞ അത് കീറി എന്നെ തരാനല്ല ഞാൻ പറഞ്ഞത്, അത് ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട്. ആ നീ പ്രകാശന് 2 ഭാര്യയും 4 മക്കളും ഉണ്ട്. അതാണ് പ്രകാശന്റെ സംരക്ഷണം. ഇതെന്നാണിത്? എനിക്കറിയാം നീ എത്ര ഉയരങ്ങളിൽ പോകുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല. നീ എന്തേലും കാണിച്ചു വെക്കുക കുഞ്ഞ്. അത് മേളിയിട്ട് പോണം, മേളിയിട്ട് അങ്ങനെ പോണം. റൈസർ ഉണ്ടോ? റൈസർ ഉണ്ടോ? ആരോടാന്ന് കട്ടടപ്പറുണ്ടോ? അപ്പൊ അത് അങ്ങ് മാറ്റിട്ട് അങ്ങ് ചെയ്താൽ മതി. പരീക്ഷയൊക്കെ കഴിഞ്ഞു കേട്ടോ. കലകല സമയം കൂടെ കിട്ടിയത് നമ്മൾ എഴുതിയാനല്ലേടി. 2 മണിക്കൂറുണ്ടായിട്ട് നീ ചെയ്തില്ല. പിന്നെ സമയം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ക്രിസ്മസ് അവധിക്ക് വീട്ടിൽ പോവാണ്. 3 മാസവും കൂടിയേ 10ാം ക്ലാസ് ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഉഴപ്പരുത്. ശാസ്ത്ര പരിഷത്തിനും ടൂറിനൊക്കെ കൂടണം കേട്ടോ. എക്സാം കഴിയുമ്പോഴുള്ള ബെല്ല. അങ്ങനെ നമ്മളെ പരീക്ഷ എല്ലാം കഴിഞ്ഞല്ലേടി? കഴിഞ്ഞ്. നീ ഇനി അടുത്ത കൊല്ലം ഇങ്ങോട്ട് വരുമോ? ഇല്ലടാ, പപ്പായ്ക്ക് സ്ഥലമാറ്റം. അത് കാരണം എന്നെ അടുത്ത കൊല്ലം വേറെ സ്കൂളിൽ കൊണ്ടാക്കുമെന്ന് പപ്പാച്ചി പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി കാണത്തില്ലേ? ഇല്ല. അപ്പൊ നീ എന്നാ എനിക്കൊരു ഓട്ടോഗ്രാഫ് എഴുതി തരുമോ? തരുമോ? തരാം. എനിക്കൊരു ഓട്ടോഗ്രാഫ് എഴുതി തരാം. ഞാനും നിനക്ക് ഓട്ടോഗ്രാഫ് എഴുതി തരാം കേട്ടോ. ആണല്ലേ? എന്നെ മറക്കല്ല്, വിളിക്കണമെന്നും. MA മറന്നാലും BA മറന്നാലും എന്നെ മറക്കല്ലേ എന്ന് ഡോറ PS. ഡോറ PS. എവിൻ വർഗീസ്. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. പടിയിറങ്ങി പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ ഇടനാഴികളാണെങ്കിലും ഹൃദയത്തിൽ കൊത്തിവെച്ച ചില സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അത് അന്നും ഇന്നും മായാതെ മറയാതെ ആ ഇടനാഴികളിൽ, അല്ലെങ്കിൽ ചിലരുടെ മനസ്സുകളിൽ, അതുമല്ലെങ്കിൽ ഇതുപോലുള്ള ചില ഓട്ടോഗ്രാഫുകളിൽ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം. നല്ലൊരു ക്ലാസ് റൂം ആയിരുന്നു അല്ലേ? നല്ല കൈയടി. ചേട്ടാ. അമൽ, വിഷ്ണു, ബാസ്റ്റിൻ, നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞാൽ കുറേ നല്ല തമാശകളുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ കുട്ടിക്കാലത്തോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റി, ഫീൽ ചെയ്തു. നമുക്ക് ഉള്ളിലൊന്ന് ടച്ച് ചെയ്തു നിങ്ങളുടെ പെർഫോമൻസ്. പിന്നെ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. 3 പേരും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് പരിപാടികൾ പിടിച്ചു. അത് ഭംഗിയായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. അമലെ, മോനെ നീ തകർത്ത് കേട്ടോ. അടിപൊളി. 2 ക്യാരക്ടേഴ്സും 2 രീതിയിൽ ചെയ്യാൻ അമലിന് പറ്റിയെന്നുള്ളതാണ്. ഇവിടെ നിന്ന് ടിനി എന്നോട് ചോദിച്ചു, ഇത് ഏതാ ഇപ്പം അതിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. മനസ്സിലായില്ല. അപ്പോൾ അതൊരു ഒരു അപ്രിസിയേഷനാണത് കിട്ടുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ല. പേഴ്സണലി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ കേട്ടോ, അമല നന്നായിരുന്നു. കുറേ നല്ല ചിരികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിലുപരി നമ്മുടെ കുട്ടിക്കാലത്തിലോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റി. നമ്മൾ എവിടെ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും കുട്ടിക്കാലം ഓർക്കുമ്പോൾ ഉള്ളൊരു ഫീൽ അതൊരു വേറെ ഒരു എനർജിയാണ് നമുക്കല്ലേ. നമ്മുടെ പഴയ സുഹൃത്തുക്കളെയും സ്കൂളും ടീച്ചേഴ്സിനൊക്കെ ഓർക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ അമലിനെ കുറിച്ച് ചോദിക്കാൻ കാരണം എന്താണെന്ന് അറിയട്ടെ. മൂവാറ്റുപുഴയാണോ വീട്? അല്ല, നീർപ്പാറ, കോട്ടയം, എറണാകുളം ബോർഡർ. ഓ ശരി. ആ ഏരിയയിലെ ഭാഷയുണ്ട്. പിന്നെ ബിജുക്കുട്ടന്റെ കുട്ടിക്കാലം പോലെ തോന്നി. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഞാൻ ബിജുവിനെ ആദ്യം കാണുമ്പോഴുള്ള ബിജുക്കുട്ടനെ പോലെയാണ് തോന്നുന്നത്. ഒരുപാട് വർഷം ഒരുമിച്ച്, ഇപ്പോഴും ഒരുമിച്ചാണ്. നിങ്ങളും അസാധ്യമായിട്ട് കേട്ടോ പെർഫോം ചെയ്ത്. കാരണം ഒന്ന് പെൺകുട്ടിയാണ് ബാസ്റ്റിൻ. നിങ്ങൾ തമ്മിലുള്ള പ്രണയരംഗങ്ങൾ എന്താന്ന് പറഞ്ഞാൽ വടി പിടിച്ച മാഷും ഈ പ്രണയരംഗങ്ങളുമാണ് നമ്മളെ നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോകുന്നത്. വടി പിടിച്ച മാഷിനെ കാണാൻ എത്ര നാളായി കണ്ടിട്ട്? കുറേ കാലമായി. ഒരു നൊമ്പരം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ലാസ്റ്റ് ആയത് പറയുമ്പോൾ നമ്മുടെ കണ്ണൊന്നും നനയും. കാരണം ഒന്നുമല്ല, സന്തോഷം കൊണ്ടാണോ അല്ലെങ്കിൽ ആ കഴിഞ്ഞ കാലം ഓർത്തിട്ടാണെന്ന് അറിയില്ല, നല്ല വോയിസ് ഓവർ ആയിരുന്നത്. ഇത്രയും ചിരിപ്പിച്ചിട്ട് ലാസ്റ്റ് ഒരു തുള്ളി കണ്ണീരും കൂടി ഇട്ടുകൊണ്ട് പോകാൻ പറ്റുക എന്ന് വെച്ചാൽ ക്വാളിറ്റിയാണ്. ഈ ശരിക്കും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇതുപോലെയാണോ? ഞാനോ? അങ്ങനെ തന്നെയാണല്ലേ? അതിന് കിട്ടിയ ഉത്തരം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല ക്യൂട്ട്. അമലിന്റെ പെർഫോമൻസ് എപ്പോഴും വളരെ ക്യൂട്ട് പെർഫോമൻസ് ആണ്. അത് 2 വേഷം 2 രീതിയിൽ ചെയ്തിട്ടാ. ഡബിൾ പഞ്ചാണ്. ബെല്ല് മണിയടിയൊക്കെ അതെ, അങ്ങനെ ബെല്ലടിക്കുന്ന മാഷിനെ ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ കാണിക്കുന്നത്. ഇത്രയും ചെലവ് കുറഞ്ഞ ഒരു സ്കൂള് പ്രിൻസിപ്പൽ പറഞ്ഞുകൊണ്ടാ അസലായിട്ടുണ്ട്. 3 പേരും 3 രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതും മേർജ് ചെയ്തിട്ട് പോയി. അടിപൊളി. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ.
നമ്മളൊരു സ്കൂളിൻ്റെ സ്കിറ്റ് ആരെങ്കിലും വന്ന് ഈ വേദിയിൽ കളിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. കാര്യം സ്കൂളിൻ്റെ സ്കിറ്റ് ആരെങ്കിലുമൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ കളിച്ചാൽ ഏതെങ്കിലുമൊക്കെ ചോദ്യം പണ്ട് ആരെങ്കിലുമൊക്കെ ചെയ്തത് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും. പക്ഷേ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാക്കിയത് നമ്മുടെ റാന്നി ടീം ഫസ്റ്റ് ടൈം വന്നു. വേറൊരു ടൈപ്പ് സ്കൂള് 1, 2, 3 പ്രാവശ്യം അവരത് ചെയ്തു. അത് തന്നെയാണ് ഇതിൽ നമുക്ക് ഫീൽ ചെയ്തത്. നമ്മൾ അങ്ങനെ ഒരു പേടിച്ചിരുന്നപ്പോൾ അതിൽ വന്ന അത് പണ്ടുള്ള സ്കിറ്റുകളിൽ നിന്ന് യാതൊരു സാധനങ്ങളും ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾ കട്ടെടുത്തിട്ടില്ല. എല്ലാം നിങ്ങൾ ഫ്രഷായിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഇത്രയും മുതുക്കന്മാരായ 3 വ്യക്തിത്വമുള്ള 3 കുട്ടികളാകുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രത്യേക ഒരു കൗതുകമുണ്ട്. പിന്നെ ആ ഒരു സ്ലാങ് പിടിച്ചുള്ള സംസാരം എല്ലാം കൊണ്ടും നല്ലൊരു സ്കിറ്റായിരുന്നു കേട്ടോ. എന്തായാലും നല്ല അന്വേഷണമാണ്. സ്കിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം നല്ലതാണ്. അതേപോലെ ഡബിൾ റോള് ചെയ്ത സാറും 2 സ്റ്റുഡൻറ്റും മനോഹരമായിട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ചേട്ടാ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഉറപ്പല്ലേ 15,000 രൂപ. ഓ അത് കലക്കി. ഞാനും 15. 30,000 രൂപ. ബാക്കി ആ സ്കൂളിന് ഒരു ബെല്ലൊക്കെ എത്രയും പെട്ടെന്ന് മേടിക്കാൻ വേണ്ടി കിടക്കുന്നത്. ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. അടിപൊളി. ഉഷാറായിട്ട് അടുത്ത സ്കിറ്റും ഒരുപാട് പൊട്ടിച്ചിരികളായിട്ട് വരും. ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം വിളിക്കേ. ബിജു വർഗീസ് ചേട്ടനുണ്ട്, അജേഷ് ഉണ്ട്, സുധീഷ് പുനലൂർ. അയ്യോ മിഷൻ സക്സസ് ദൈവമേ. ഇന്നലെ മഴയത്ത് ആ ടാങ്കർ എടുത്ത് വെളിയിലിട്ടില്ലായിരുന്നെങ്കിൽ ഈ കടയിലുള്ള തീ അണയ്ക്കാൻ വേണ്ടി വെള്ളത്തിന് ഞാൻ എവിടെ പോകുമായിരുന്നു? ഇല്ലെങ്കിൽ ഈ കടയും കത്തി, ദോ ഇരിക്കണം ആ കടയും കത്തി, അപ്പുറത്തെ കടയും കത്തി. താമസിച്ച് വന്നതിന് നാട്ടുകാർ എന്നെയും കൂടെ കത്തിച്ചേരാ. ഈ കടയുടെ ഓണർ അവിടെ ചെന്ന് കിടക്കണ്ടേ? മഴനീർത്തുള്ളികൾ നിൻ തനനീർ മുത്തുകൾ കണവായി പെയ്തിടും കനവായി തോർന്നിടും. കടയൊക്കെ ഭയങ്കര സെറ്റപ്പ് എന്നല്ലേ? അടിച്ച് നനച്ച് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലേ ഇവിടെ? ഇവിടെ സൗകര്യം കുറവാണ്. അവിടെ നല്ല സൗകര്യമുണ്ട്. എവിടെ? നനഞ്ഞ തുണിയിട്ട് അടിക്കല്ലേ? ഭയങ്കര വേദന അടിക്കല്ലേ? കാര്യം പറഞ്ഞു നിങ്ങളെ. താൻ എന്താണ് എന്റെ കടയിലോട്ട് വെള്ളം അടിച്ചു വെച്ചത്? ഒരു കട തീ കത്തുമ്പോ ഫയർഫോഴ്സുകാർ ഓടി വന്ന് പൂവും കല്ലും മണ്ണും എല്ലാം വാരി എറിയണത്. വെള്ളമാണ് അടിക്കണത്. ഞാൻ അടിച്ച് കയറ്റി വെച്ച് കൊടുത്ത് അണച്ച്. ഇത് ആര് പറഞ്ഞു കട കത്തിയാര്? ആര് പറഞ്ഞെന്നാ? സാറേ ഓടിവാ എന്റെ കട നിന്ന് കത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ആ ഫോണിൽ എന്നെ വിളിച്ചു? 84. ഇത് എന്റെ നമ്പർ അല്ല. നമ്പരല്ലേ? അല്ലെന്ന്. അയ്യോ പിന്നെ ഇത് ആരെ നമ്പര്? എനിക്കറിഞ്ഞൂടാ. അയ്യോ എന്റെ മൊബൈൽ കടയിലോട്ട് അടങ്ങി വിളിച്ച് ചോദിക്കട്ടെ ദൈവമേ. ഹലോ ഫോഴ്സ് ഓഫീസർ. നിന്നെ 1.5 മണിക്കൂറായില്ലോടാ ഞാൻ വിളിച്ചിട്ട്. എന്റെ കട കത്തി നശിക്കുന്നു. തീ അണയ്ക്കാത്ത എന്താണ് ദുഷ്ടന്മാരെ? അല്ല നിങ്ങൾ വിളിച്ചു പറഞ്ഞ കടയുടെ അവിടെ ഞാൻ എത്തി. തീ അണച്ചോണ്ടിരുന്നപ്പോ ഒരുത്തമെന്ന് പറയാണ് ഈ കട കത്തിയിട്ടേ ഇല്ലാന്ന്. നീ ഏത് കട തീ അണച്ചെന്നാണ് പറഞ്ഞത്? എല്ലാ കട ഇപ്പൊ കത്തി തീരാനാണ്. നിങ്ങളിപ്പോ എവിടുന്നാണ്, ഏത് ജംഗ്ഷനിൽ നിന്നാണ് വിളിക്കുന്നത്? എടാ ഞാൻ പരവൂര് സവാള ഷോപ്പ് കത്തിയെന്നല്ലേടാ വിളിച്ചു പറഞ്ഞേ. പരവൂരുള്ള സവാള ഷോപ്പാ? 1 മിനിറ്റ്. അയ്യോ പറവൂരുള്ള സലാല ഷോപ്പ്. അയ്യോ എത്ര കോടി രൂപയുടെ മുതലാണെന്ന് അറിയാമോ? കണ്ട ഒരുത്ത ഉറിഞ്ചി കളയണ വെള്ളം. അതെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇടതടവില്ലാത്ത ജോലിഭാരം, ഉറക്കമില്ലായ്മ, അസമയത്തുള്ള വെള്ളമടി, അച്ഛൻ സുഖമില്ല കിടക്കുന്നു, അമ്മയാണെങ്കിൽ 2 കണ്ണും കിളിഞ്ഞ് കിടക്കുകയാണ്, കാഴ്ചയില്ല. ഇങ്ങനെയൊക്കെ ഒരു പരുവത്തിൽ ജീവിച്ചൊക്കെ പോണ്. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം കടയുടെ പേര് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ചെറുതായിട്ട് മാറിയെന്നോ? നമ്മളെ തീ കത്തിയതേ അങ്ങ് പരവൂരുള്ള സവാള ഷോപ്പാണേ. ഞാൻ വെള്ളം അടിച്ച തീ അണച്ചത് ഏതെന്നറിയാമോ? അയ്യോ എന്റെ പറവൂരുള്ള സലാല ഷോപ്പില്. അടിക്കല്ലേ? ഞാനിപ്പോ എന്താ വേണം പറ. ഒന്നാമത് 3-4 ദിവസം ഈ കട അടച്ചിട്ടേക്ക് ഒരു ഇന്നാ തുറന്നത്. എന്തിനീ 4-5 ദിവസം ഇങ്ങനെ അടച്ചു വെച്ചത്? ഇടക്കിടക്ക് തുറക്കുമ്പോൾ ചിലപ്പോ സാധനം മളിച്ചു പോയാലോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്തിനാണ് ഇങ്ങനെ കട ഇങ്ങനെ അടച്ചിട്ടേന്ന്? അതെന്തോന്നറിയാമോ? ലളിതമായി ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടണവരാരെങ്കിലും ആർഭാടമായിട്ട് ഓടുവോ? ലളിതമായില്ലേ ഒളിച്ചോടാൻ പറ്റുള്ളൂ. അതല്ലെന്ന്. പിന്നെ എന്റെ അമ്മായി ലളിതമായി ഒളിച്ചോടിപ്പോയെന്ന്. ആരെ കൂടെ? 24 മണിക്കൂറും പേരയ്ക്ക് തിന്നുന്ന ഒരു തമിഴൻ അണ്ണാമലൈ. 24 മണിക്കൂറും പേരയ്ക്ക് തിന്നണവനാണെങ്കിൽ അണ്ണാമലൈ നല്ല പേര്. പിന്നെ
മലയണ്ണാൻ. ഒന്നും പറയണ്ട. സംഭവം ഈ ആൾക്കാർ വരുമ്പോ നന്നാക്കണ്ടെന്ന് പോണം. അവര് വരുമ്പോ ഞാൻ എന്തോ പറയൂടെ തന്നെ അടുത്ത്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് പറ. എനിക്കറിയാം, എനിക്കിനി ജീവിക്കാൻ ഒരു മാർഗവുമില്ല എന്റെ പോലെ. ഒരു കാര്യം ചെയ്യാം. സംഭവം തെറ്റെന്റെ ഭാഗത്തും കൂടെ ആണല്ലോ. കടയുടെ പേര് മാറി വന്ന് അണച്ചു പോയല്ലോ നീ. ഞാൻ ജംഗ്ഷനിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ കടയുണ്ട്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പറിച്ചു വെച്ചാലോ? പിന്നെ ചീരവിത്തല്ലേ അങ്ങോട്ട് പറിച്ചണം. പറഞ്ഞപ്പോ അങ്ങ് എളുപ്പം. എന്തൊക്കെ നീക്കുപോക്കുള്ള പഞ്ചായത്തിൽ പോണം, മുനിസിപ്പാലിറ്റി, വില്ലേജ് ഓഫീസർ ഒരുപാട് കിടന്ന് അലയണോന്ന്. എന്തിന് ടെൻഷൻ അടിക്കുന്നത്? ഇവിടുത്തെ MLA എന്റെ അളിയനല്ലേ? അളിയനാണോ? ഓ പോളമല്ലേ എന്റെ അളിയനല്ലേ? അളിയന്റെ അടുത്ത് പറഞ്ഞ ഒരൊറ്റ ഒപ്പിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. അളിയ ഇതിന്റെ ആളാണ്. കൈ പറയല്ലേ? അല്ലെന്ന് പൈസക്ക് ഭയങ്കര ആർത്തിക്കാരനാണോ? പൈസ എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ എനിക്കൊരു ഷോപ്പ് ഉണ്ടാക്കി തരണേ. എല്ലാ ഷോപ്പ് ഉണ്ടാക്കി തരും ധൈര്യമായിട്ട്. ഫോണ് വന്ന് പറക്കി നോക്കത് ഓപ്പാണോന്നൊക്കെ. ഹലോ സാറേ, ഞാൻ മൊബൈൽ കട എടുത്തിട്ട് സാറേ. അയ്യോ, SI വരുന്നു. വരട്ടെ, ഒരു SI പരിചയപ്പെട്ടിരിക്കുന്നത് നല്ല കാര്യം. പരിചയപ്പെടാൻ പറ്റിയ സമയമാണ്. അയാൾ ഒരു ഫോൺ ഇവിടെ നന്നാക്കാൻ കൊടുത്തത്. അയാൾ വരുമ്പോ ഞാൻ എന്തോ പറയും. എടുത്തു കടങ്ങോട്ട്. പിന്നെ എടുത്തു കൊടുക്ക, എല്ലാം നനച്ചിട്ടേക്കുമല്ലയോ. ഇനിയിപ്പോ എന്തോ ചെയ്യും എനിക്കറിഞ്ഞോ. എന്തെങ്കിലും ഞാൻ അയാളെ റൂട്ട് തെറ്റിച്ച് വിട്ടോളാം. വിടുവോ? ധൈര്യം പറ്റി സാറേ, ആ കൈക്കൂലി കേസിന്റെ പ്രധാന തെളിവടങ്ങിയ ഫോൺ എന്റെ കയ്യിലായിപ്പോയി. അറിയാതെ ഞാനത് വീട്ടിൽ കൊണ്ടുപോയി എന്റെ കൊച്ചെടുത്ത് കളിച്ച് താറലിട്ട് പൊട്ടിച്ചു. സംഭവം ശരി, അറിയാതെ പറ്റിയതാ. അത് ഞാൻ ഇവിടെ ഈ കടയിൽ കൊടുത്തിട്ടുണ്ട്. അവൻ ഇന്ന് തന്നെ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാറേ വിളിക്കില്ല. കൊണ്ടുവരാം. ഫൈനൊന്നും ഞാൻ പോയി കൊണ്ടുവരാം സാറേ. ഓക്കെ സാറേ, ഓക്കെ. ആഹാ, കടയൊക്കെ എന്നും കഴുകാറുണ്ടല്ലേ? അങ്ങനെ വേണം. അതെന്താ അറിയുമ്പോ നല്ല കച്ചവടമുണ്ട്. നമ്മൾ എന്നും കഴിവും സാറാണല്ലേ. ഫോണൊക്കെ എങ്ങനെ മൂവിങ് ഉണ്ടോ? മൊത്തം മൂവി ഇരിക്കുക തന്നെ. 15 ഫോൺ അങ്ങനെ പോയി. പുരോഗമനം ഉണ്ടെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. സെക്യൂരിറ്റി ഒക്കെ നിർത്തിയിട്ടുണ്ടല്ലോ നീ. സെക്യൂരിറ്റി എന്ന്? ഞാൻ സെക്യൂരിറ്റി അല്ല. അല്ലേ? പിന്നെ ഞാൻ ഈ ഫയറിന്റെ ആളാണ്. നിന്നെ ഞാൻ നോക്കി നടക്കുവായിരുന്നു. നീ അല്ലേടാ കുരുത്തക്കേട് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നവൻ? അയ്യോ, അതല്ലെന്ന്. ഫയർ ഫോഴ്സ്. വെള്ളം കൊണ്ടാണോ കാറ്റ് കൊണ്ടാണോ തീ അണയ്ക്കുന്നേ? വെള്ളം കൊണ്ട്. കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ. ചിലപ്പോ ഊതി അണയ്ക്കുവാന്നൊന്നും അറിയത്തില്ലല്ലോ. പോണേ. ഓക്കെ, ബൈ സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഒഴിച്ച് വിട്ടാക്കാൻ. അയ്യോ, എന്നെ എന്തിനാ പറഞ്ഞോട്ടെ? ഞാൻ കേറിയല്ലോ. ഫോണെന്ന് പറഞ്ഞു സാറ്. ഫോണെന്നല്ല പറഞ്ഞു. എടാ, ഞാൻ ശരിയാക്കാൻ ഫോണ് തരാം. ശരിയാക്കാൻ തന്ന ഫോണ് കൊടുക്കാൻ പറയണ്. സാറി നോർത്ത് സ്റ്റേഷനിലെ? അതെ, നോർത്തിലെ SI ധീര വിലോചനൻ. സാറിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, ഇന്നലത്തെ പത്രത്തിൽ കണ്ടായിരുന്നു. എന്ത് കിടുക്കാച്ചി ഫോട്ടോ ആയിരുന്നു സാറേ അത്. പിന്നെ അയ്യർ അത് കയ്യിരിക്കത്തുള്ളൂ. ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സാറിന് പ്രൊമോഷന് വേണ്ടി കിടുക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആണോ? പെട്ടെന്ന് പ്രൊമോഷൻ വാങ്ങിക്കാനായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ വീർപ്പൂട്ടിരിക്കുകയാണ്. അതായത് രാത്രി ഒരു 11:30 മണിയൊക്കെ ആവുമ്പോ ആ പാലത്തിന്റെ അടുത്ത് 3-4 പയ്യന്മാര് വളഞ്ഞിരുന്ന് വെള്ളമൊടിയെന്ന്. നടുവേനെടുക്കത്തില്ലടോമാരുടെ എന്തോ സാറേ, ഒരു കുപ്പി തീരുന്നിടം വരെ വളഞ്ഞു കുത്തിയിരുന്ന് വെള്ളം അടിക്കാൻ. അങ്ങനെ വെള്ളം അടിക്കുന്നതല്ല, പിന്നെ എങ്ങനെ മദ്യപിക്കുന്നെന്ന്. ആണോ? സാറൊന്ന് പോയി കഴിഞ്ഞാൽ കിട്ടും. കിട്ടും. അച്ചാറിന്റെ കവറും കപ്പലിന്റെ തോടും അത്രയ്ക്ക് വോട്ട് കിട്ടിയിട്ടില്ല. പിന്നെ 11 മണിക്ക് പോകുന്നു. അതല്ല സാറേ, അവരെ പിടിക്കണോന്ന് പറ. ശരി, ഞാൻ പിടിച്ചിട്ട് വരാം. മോശം വാങ്ങിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ, ഫോൺ കിട്ടിയില്ല. എന്റെ കോടതി ഹാജരാക്കുള്ള ഫോൺ കിട്ടിയില്ല. സാറിന്റെ ഫോണെന്ന് പറയണത് എന്നാ സാറേ? എന്റെ വീട്ടിൽ അക്വേറിയം ഇല്ല. എന്താ? മാനത്ത് കണ്ണിയൊക്കെ കിടക്കുന്നു. മാനത്ത് കണ്ണിയോ? എവിടെ നിന്നോ ടാങ്കി വെള്ളം കെട്ടുന്നത്? പിന്നെ ഞാൻ ചൂണ്ടായിട്ട് പിടിച്ചോണ്ട് വന്നല്ലേ. ആറ്റിന്നും തോട്ടിന്നും അടിച്ചു കയറ്റി പല സാധനം കയറി വരും ഇങ്ങോട്ട്. ഈ മാനത്ത് കണ്ണി ഒന്ന് പകുന്ന സാറിന്റെ ഫോണ് കിട്ടും. ഇങ്ങനെ നോക്കിയാണ്. എന്റെ ഓപ്പൊന്നല്ലേ? എടാ, നിന്നോട് ആര് പറഞ്ഞതാ ഈ ഫോൺ എടുത്ത് വെള്ളത്തിലിടാൻ? പറഞ്ഞല്ലേ സാറേ? എടാ, ഞാനിത് കൊണ്ടു തന്നപ്പോ പറഞ്ഞല്ലേടാ സുപ്രധാന ഒരു കേസിന്റെ തെളിവാന്ന് പറഞ്ഞല്ലേടാ? ഇന്ന് ഞാനിത് വാങ്ങിക്കാൻ വരുമോ നിന്നോട് പറഞ്ഞല്ലേ? ഇന്ന് 11 മണിക്ക് ഇത് കോടതി ഹാജരാക്കാനുള്ള നിനക്ക് അറിയത്തില്ലായിരുന്നോടാ? എന്താ മിണ്ടാത്തെ? പറഞ്ഞ സാർ അടിക്കും. പറഞ്ഞില്ലേലും അടിക്കും. എന്താ ജോലി പോയേ? സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുവാ സംഭവം? സത്യം പറഞ്ഞ ഇത് ഞാനല്ല. പിന്നെ ഈ ഫയർഫോഴ്സുകാരെ ഏതോ സവാളക്കടയിൽ പോണ്ടവൻ സലാലക്കട എന്ന് പറഞ്ഞ് ഇതാണ്ട സ്ഥലം മാറി ഇതിനകത്ത് വെള്ളം അടിച്ചാ സാറേ. കട മാറിപ്പോയി, പേര് മാറിപ്പോയി, അറിയാതെ അടിച്ചുപോയി. സാറിന്റെ ജോലി ഒന്നും തെറിക്കൂല. സാർ ധൈര്യമായിട്ട് ഇരി. എങ്ങനെ ധൈര്യമായിട്ടിരിക്കും? സുപ്രധാന തെളിവാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. സാർ ധൈര്യമായിട്ട് ഇരി സാറേ. എന്ത് പറഞ്ഞു മനസ്സിലാക്കി കോട്. പോൾ അളിയന്റെ എന്റെ അളിയനാണെന്ന് MLA പറ. MLA പോൾ മനസ്സിലാക്കിക്കോട് സാറേ. നിക്കണ ആരെന്നറിയാമോ? ആരാ? അമല പോളിന്റെ അളിയനാ. ഉണ്ടാക്കി കൊണ്ടുവരുന്നത് MLA പോള് അളിയനാ. നമ്മളെ MLA പോളില്ലേ, സ്വന്തം അളിയനാണ്. സത്യം.
എത്ര രൂപ തന്നു MLA നിനക്ക്? അല്ല അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് വീട് വെച്ചോണ്ടിരുന്നപ്പോഴേ ഒരു 4-5 ലോറി മെറ്റൽ ഇറക്കി തന്നു. പിന്നെ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ തരും. അപ്പൊ ഇനി നീ വാങ്ങിക്കും? വാങ്ങിക്കും, ഉളുപ്പില്ലല്ലോ. MLA അതല്ല. എന്റെ കയ്യിൽ നിന്നും. എടാ നീ സ്ഥലം മാറി വെള്ളം അടിച്ചവനല്ല, നീ മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വെള്ളം അടിച്ചല്ലോടാ. അയ്യോ ഇല്ല, പറഞ്ഞത് കറക്റ്റ് ആണ്. എടാ നീ ഇപ്പൊ പറഞ്ഞ നിന്റെ MLA അളിയനുണ്ടല്ലോ, അവൻ കൈക്കൂലി വാങ്ങിക്കിന്റെ ദൃശ്യമടങ്ങിയ ഫോണാണ് ഇവിടെ ഞാൻ ശരിയാക്കാൻ കൊടുത്തത്. ആ തെളിവാണ് നീ ഇപ്പം വെള്ളം അടിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത്. നിന്നെ ഞാൻ പൂട്ടും. സാറ് പറഞ്ഞ കറക്റ്റാ. നിന്നെ പ്രതിയാക്കും. ഞാൻ എന്നെ പ്രതിയാക്കുന്നത് അല്ല മര്യാദക്ക് എന്റെ ഫോൺ ശരി. സാറേ ഇയാൾ മനഃപൂർവ്വം വെള്ളം അടിച്ചല്ലേ സാറേ? അത് ഇയാളല്ലേ പ്രതി, ഞാനിവിടെ പ്രതിയാവും. നിന്റെ കട വെച്ചില്ല സംഭവിച്ചപ്പോ നീ പ്രതിയാണ്. സാറേ എന്റെ പേര് കേസ് എടുക്കരുത്. ഈ ഫോണല്ലേ? അതെ. കുഴപ്പമില്ല. അപ്പുറത്തെ മൊബൈൽ കടയിൽ ഉമേഷ് എന്ന് പറയുന്നവനുണ്ട്. അപ്പൊ മൊബൈലിൽ നിന്ന് വെച്ച ഭ്രാന്തനാണ്. അവന്റെ അടുത്ത് പോയി നന്നാക്കിക്കൊണ്ട് ഞാൻ തരാം. ഒട്ടും ശരിയാക്കൊണ്ടു ഓടി വരാം. ഉമേഷേ, ഉമേഷേ. നീ വരട്ടെ, ഇങ്ങോട്ട് മാറിക്കടാ. നീ ഏത് ഫയർ സ്റ്റേഷനിലാടാ? തൊല്ലവോ? അല്ല തായംകുളമോ? നെറ്റിപ്പോയി. നെറ്റി വളർത്തി തരുമ്പോ നിനക്ക് നെറ്റിപ്പോകത്തില്ല. വരട്ടെ. സാറേ നന്നാക്കി ശരിയാക്കിയോ? സാറേ 5 വർഷമല്ല, ഈ തെളിവ് കൊണ്ട് ഒരു 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ വേണം. ഈ SI ധീര വിലോചനം വിചാരിച്ചാൽ ഈ നാട്ടിൽ പലതും നടക്കുമെന്ന് MLA മാരും എല്ലാവരും മനസ്സിലാക്കണം. എന്റെ MLA അളിയൻ 10 വർഷം അകത്ത് കിടന്നു ഉണ്ടതിന്നു. MLA അളിയനല്ല, പിന്നെ ഈ നിൽക്കുന്ന സാറ്. ഞാൻ പറഞ്ഞിട്ട് സാറ് ഉമേഷ് എന്ന് പറഞ്ഞ മൊബൈലിന്റെ ഭ്രാന്തനാണെന്ന്. അവൻ കുറെ നാൾ മുമ്പ് ഡിലീറ്റ് ആയ വീഡിയോ വരെ അവൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മൊത്തം ഒരു 40 വീഡിയോ ഉണ്ട്. MLA 40? MLA ഒരെണ്ണം, ബാക്കി 39 എണ്ണവും സാറിന്റെ സാറേ. സുപ്രധാനമായ തെളിവാണ് അതിനകത്ത്. സാറ് വെറുതെ വെള്ളത്തിൽ മുക്കി ഫോണിനെ ചീത്തയാക്കല്ലേ സാറേ. എടാ MLA ഒരു വീഡിയോ ലീക്ക് ചെയ്താൽ MLA ചിലപ്പോ 5 വർഷം അകത്ത് കിടക്കുമായിരിക്കും. പക്ഷെ ബാക്കി 39 വീഡിയോ ലീക്ക് ചെയ്താൽ ജീവിതകാലം മൊത്തം ഞാൻ വെളിയിൽ കിടക്കേണ്ടി വരുവാടാ. വെളിയിൽ കിടക്കേണ്ടി വരും? ആ വീടിന് വെളിയിൽ ഭാര്യ അറിഞ്ഞാൽ അങ്ങനെ അല്ലയോടാ. സാറേ എന്തൊക്കെയായിരുന്നു പട്ടായ, മൈസൂര്, ഇതൊക്കെ എന്തിനടുത്ത് ഞാൻ വീഡിയോ വെച്ചതാണോ ദൈവമേ. നല്ല ഉഷാറൊരു കൈഡ് വരട്ടെ. ഷാജൻ ചേട്ടാ, ബിജു വർഗീസ്, സുധീഷ് ആൻഡ് അജേഷ്. നന്നായിരുന്നു. ഇതൊരു പുതിയൊരു കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി. ഒരു അബദ്ധം പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അബദ്ധമാണ്. ഫയർഫോഴ്സിന് ഇതുപോലെ ഒരു മൊബൈൽ ഷോപ്പിൽ നല്ല നിങ്ങളുടെ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. കുറച്ചുകൂടെ പൊട്ടിച്ചിരികൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ചിരികൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നിങ്ങൾ 3 പേരും ആസ് യൂഷ്വൽ നന്നായിട്ട് പെർഫോം ചെയ്തു. 3 ക്യാരക്ടേഴ്സും വളരെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ കുറച്ചുകൂടെ ഒക്കെ ഒരു ചിരികൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ സാധാരണ നിങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി പരിപാടികളുണ്ടല്ലോ, അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ചെന്നിച്ചേട്ടാ, എപ്പോഴും റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം നമ്മളിപ്പോൾ തമാശയിൽ ഫയർഫോഴ്സുകാരെ കൊണ്ടുവന്നെങ്കിലും വെള്ളം നിറച്ചിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന എന്ത് അപകടം ഉണ്ടായാലും ഓടിയെത്തുന്നവരാണ്. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഞാൻ പറയാം. നല്ല വേഷപ്പകർച്ചയുണ്ട്, ഡ്രസ്സ് ഇട്ടിട്ട്. കറക്റ്റ് ഒരു ഫയർഫോഴ്സിൻ്റെ ആൾ തന്നെ. പക്ഷെ ചെയ്തത് വലിയ അബദ്ധമായി പോയി. മൊത്തത്തിൽ എന്തായാലും സന്തോഷമില്ലാത്ത എന്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം ഒന്ന്, ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും വെച്ചിട്ട് ഒരു സ്കിറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഫയർഫോഴ്സിൻ്റെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുള്ള തീ അണക്കുന്ന അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് ഒരു സ്കിറ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുതുമയേറിയ സംഭവം തന്നെയായിരുന്നു. അസലായിട്ട് പെർഫോം ചെയ്ത്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് അങ്ങോട്ട് എനിക്ക് ചിരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോവുമായിരുന്നു. പക്ഷെ അങ്ങനെ പിന്നാലെ പോകാനുള്ള ഒരു ചിരി ഉണ്ടായിരുന്നില്ല. എന്നാലും നല്ല സ്കിറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതൊക്കെ തന്നെയാണ്. തമാശയുടെ ഒരു ചെറിയ കുറവുണ്ട് അതിൽ. നല്ല സബ്ജക്റ്റൊക്കെ നല്ല സബ്ജക്റ്റായിരുന്നു. കുറച്ചുകൂടെയൊക്കെ തമാശ കയറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പൊട്ടിച്ചിരിയിലേക്ക് എത്താമായിരുന്നു. ആ ഉള്ള സംഭവം മെനയ്ക്ക് തന്നെ യാതൊരു തെറ്റലോ ഉളുക്കലോ ഒന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ടത് ചെയ്തു. ഒരാളുടെ സങ്കടം, ഒരു മൊബൈൽ കടയിലേക്ക് ഈ വെള്ളം അടിച്ച് കയറ്റുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു വിഷയം തന്നെയാണ്. അതിലും ഏറ്റവും വലിയ തെളിവുള്ള ഒരു ഫോൺ ഇരിക്കുന്ന മൊബൈൽ കടയിലേക്ക്. എന്തായാലും കോൺസെപ്റ്റൊക്കെ നല്ല രസമായിട്ട് നിങ്ങൾ ചെയ്തു. ശകലം തമാശയുടെ കുറവുണ്ട്. അടുത്ത പ്രാവശ്യം ആ തമാശയുടെ കുട്ടി അടുത്ത പ്രാവശ്യത്തെ സ്കിറ്റിലാക്കിയിട്ട് വീണ്ടും വരിക. ഓക്കെ. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടൻ എത്ര മാർക്ക്? ഞാൻ ഇവർക്കൊരു 10,000 രൂപ കൊടുക്കും. 10,000 രൂപ. നസീർക്ക? ഞാനും 10,000 രൂപ കൊടുക്കുകയാണ്. ടോട്ടൽ 20,000. അയച്ചു ടോട്ടൽ എമൗണ്ട് കൊടുക്കാമോ? ഓക്കെ, ടോട്ടൽ പൈസ തന്നെയാണോ? 30,000 രൂപ. തിരക്കേടില്ലാത്ത എമൗണ്ടാണ്. പക്ഷെ അടുത്ത പ്രാവശ്യം ഒരു കിടിലൻ സ്കിറ്റായിട്ട് വരണം. ഓക്കെ സാർ? ഓക്കെ സാർ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിൽ
കുറച്ചധികം നാൾക്ക് മുമ്പ് വന്ന് പെർഫോം ചെയ്തു പോയ രണ്ടുപേർ മടങ്ങി വരുന്നു. അവര് കാലിക്കറ്റ് നിന്നാണ്. അതുലും അക്ഷയും. അവരുടെ കൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരാളോടെ വിളിക്കാം. അതുലും അക്ഷയ് കൂടെ മീനും. വേറെ എല്ലാ പ്രേതച്ചികൾക്കും സുഖാണോ? കേക്കുന്നില്ല. കുറച്ച് എനർജിയിൽ എല്ലാരും ഒന്ന് അട്ടഹസിച്ചേ. അതാരാ അതിന്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു ചിരി ഇട്ടത്? അയ്യോ, അത് 72 വയസ്സുള്ള യക്ഷിക്കുഞ്ഞമ്മയാ. ഓ, യക്ഷിക്കുഞ്ഞമ്മ ചിരിച്ചോട്ടെ, ഇനി എത്ര കാലം ഓടാനാ? അപ്പൊ എല്ലാവർക്കും ഭാർഗവി നിലയം വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന പ്രേതോത്സവം 2022 പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രേതോത്സവം 2025 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോസ്റ്റ്യൂം കട്ടത് അല്ല, കോസ്റ്റ്യൂം കേട്ടസി പ്രേതം ടെക്സ്റ്റൈൽസ് 5-ാം പന. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഓയ് തള്ള തെറ്റിക്കും. ആ പറഞ്ഞ സാധനം 7-ാം പാല ഏഴരക്കണ്ടി. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പ്രേതോത്സവം 2025ലേക്ക് സ്വാഗതം. അപ്പോ ഷാജൻ ചേട്ടാ, നമുക്ക് ആണിന്നും കുപ്പിന്നും ഒക്കെ പുറത്തായ 2 പ്രേതം ഗസ്റ്റുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, ഗിവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് ഗിവ് അവേ ടു നീലി ഫ്രം കള്ളിയങ്കാട്. കള്ളിയങ്കാട്ട് നീലി യുവാക്കളുടെ ഹരം. തന്റെ 6-ാം വയസ്സിൽ തമാശയ്ക്ക് തുടങ്ങിയ രക്തം കുടി പിന്നീടങ്ങോട്ട് ശീലമാക്കി ഒഴിവാക്കാൻ പറ്റാതെ അഡിക്ഷനായി മാറിയ കള്ളിയങ്കാടിന്റെ പേടി സ്വപ്നം തൊട്ടതെല്ലാം ബ്ലഡാക്കി മാറ്റിയ 7-ാം യാമത്തിലെ രാപ്പാടി. സുസ്വാഗതം ഈ പ്രേതോത്സവ രാവിലേക്ക്. പനേന്നിറങ്ങാൻ നേരം വൈകിച്ച്. എന്താ എന്റെ പനേന്റെ മൂട്ടിലുണ്ട് ഏതോ ഒരു കുരുത്തം കെട്ടോ സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നു. രാത്രി ഞാൻ ഈ സാരി പൊക്കി പിടിച്ച് താഴോട്ട് ഇറങ്ങി വരുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രേതാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാനം പോയില്ലേ. ഞാൻ വന്നപ്പോ പറയണമെന്ന് വിചാരിച്ചതാണ്. എന്റെ ആങ്കറിങ് തീരെ പോരാ. ഒരു മാനം മറ്റൊരു പരിപാടി പറയരുത്. എന്താ? കേരളത്തിലെ ബെസ്റ്റ് ആങ്കർ എന്ന് പറയുന്ന ജീവിയുണ്ടല്ലോ. ആര് പറഞ്ഞു? പുള്ളി തന്നെയാ പറഞ്ഞു നടക്കുന്നത്. പുള്ളിയുടെ അടുത്ത് 2 ദിവസം ഞാൻ ട്രെയിനിങ്ങിന് പോയതാ. ട്രെയിനിങ് എങ്ങനെ ഉണ്ടെടി? സത്യം പറയാലോ, പോയില്ലായിരുന്നു ഇതിനും നന്നായി ഞാൻ ചെയ്തേനെ. അതൊക്കെ പോട്ടെ, ജീവ എങ്ങനെ ഉണ്ടടി? കൊള്ളാടി, കാണാനൊക്കെ ഒരു മെനയൊക്കെ ഉണ്ട്, പക്ഷെ കണ്ണിച്ചോരില്ല. കളഞ്ഞ്. അല്ല, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ഗസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ? നമുക്ക് ഒരു ഗസ്റ്റ് കൂടി ഉണ്ട്. ആരാന്ന് വല്ല ഗസ്റ്റ് ഉണ്ടോ? പ്രേതശികളെ ഗസ്റ്റ് ഉണ്ടോ? ഞാൻ തന്നെ പറയാം. നമുക്ക് സ്വാഗതം ചെയ്യാം വടയക്ഷി. വടയക്ഷി ഒറ്റയിരിപ്പിൽ 10 കുപ്പി ചോര കുടിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരേ ഒരു യക്ഷി. ബ്ലഡിന് ടച്ചിങ്സ് ആയി വട ഒരു കോമ്പിനേഷൻ ആണെന്ന് കണ്ടെത്തിയ യക്ഷി ലോകത്തെ ആദ്യ വനിത. സുസ്വാഗതം ഈ പ്രേതോത്സവ രാവിലേക്ക്. എന്താടി ഇത്? ഒഴുകി വെച്ചിട്ട് സ്കേറ്റ് ബോർഡ് ചോദിച്ചപ്പോ ആട്ടുകാരനെ കൊഞ്ഞണം കുത്തി കാണിച്ച് അതുകൊണ്ട് ഞാൻ കൈവച്ച് സോറി കാൽ വെച്ചിട്ടതാ. അല്ല വടേശി, ഈ ഇടയായിട്ട് നീ സിനിമയിലൊന്നും പ്രേതമായിട്ട് പോകുന്നില്ലടി? ആ, ഞാൻ അതൊക്കെ നിർത്തിയടി. ആന്തേ? എടി, പഴയതുപോലൊന്നുമല്ല. ഇപ്പോഴത്തെ സിനിമയിലെ പ്രേതങ്ങൾക്ക് തുണിയില്ല. എനിക്ക് മാനില്ല വലുത്. സത്യം. മാത്രല്ലടി, ഞാനിപ്പോ പഴയതുപോലെ അങ്ങ് പനയെന്ന് പുറത്തോട്ട് ഇറങ്ങാനില്ല. ആന്തേ? എന്റെ കാല് മൊത്തം വെരിക്കോസാ. പിന്നെ പടന്ന് പന്തലിച്ചിരിക്കുന്ന എന്താ മുന്തിരവള്ളിയാ? അല്ല നീലി, എന്റെ മൂട്ടിൽ എന്താ കരി? അയ്യോ, അതൊന്നും പറയണ്ടവളെ. അല്ലേലും എന്റെ ചെല കേൾക്കാൻ നേരല്ല. ഓടി അവിടുന്ന്. കഴിഞ്ഞ ആഴ്ച മേപ്പാട് എന്നെ തളച്ചിട്ടിട്ടത് ഒരു കുടുക്കയിലാ. എന്നിട്ട് അയാൾ ഒരു തലതെറിച്ച സന്തതി
ചോറും കൂട്ടാനും വെച്ച് കളിക്കാനാന്ന് പറഞ്ഞ് ഈ കുടുക്കിന്റെ ഉള്ളിൽ കൊണ്ടുപോയി തീയിട്ടടി. ഈ ചന്തി പൊള്ളിയിട്ട് മിസൈൽ കണക്കിനാ ഞാൻ അപ്പുറത്തെ പൊട്ടക്കൻ പോയി വീണത്. അയ്യോ, ഇത് പോന്നില്ലടി, അലക്കിയിട്ട് ഒന്നും പോകുന്നില്ലത്. പ്രേതോത്സവം 2025 നിങ്ങൾക്കായിട്ട് ഇന്നിവിടെ 3 മത്സരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യത്തെ മത്സരം തലയോട്ടി വിത്ത് സ്പൂൺ റേസ്, അതായത് സ്പൂണിൽ തലയോട്ടി വെച്ച്. രണ്ടാമത്തെ മത്സരം കരിമ്പന കയറ്റം. മൂന്നാമത്തെ മത്സരം കുപ്പിയിൽ ചോര നിറയ്ക്കൽ. അല്ല, കുപ്പിയിൽ ചോര നിറയ്ക്കാൻ പേര് കൊടുത്ത ഭാർഗവി ചേച്ചി എടുത്ത് പോയി. ഭാർഗവിന്റെ കഥ അറിയില്ല. ഇവൾ 5ാമത്തെ പനയിലാണല്ലോ താമസം. ഇവിടെ സ്ഥിരമായിട്ട് കള്ള് ചെത്താൻ വരുന്ന രാജൻ ഉണ്ടായിരുന്നു. ഇവൻ ഒരു ദിവസം കള്ളിന് പകരം മൂടോടെ അവളെ ചെത്തിയായിട്ട് കൊണ്ടുപോയി. അപ്പൊ ഒക്കെ പറഞ്ഞൂടെ ഞങ്ങൾ യക്ഷികളാണ്? സ്വന്തമായിട്ടൊരു വീടും ഒരു കുടുംബം കിട്ടിയ ഓളല്ല, ഓൾ അച്ഛനായാലും യക്ഷിയാന്ന് പറയില്ല. ഓൾ അങ്ങനെ ഒരു കുടുംബിനിയല്ലേ? അതെ. വെൽക്കം പാത്തു, വെൽക്കം ബാക്ക് ടു പ്രേതോത്സവം 2025. കാണികളെ ഊറ്റം കൊള്ളിക്കുന്ന പ്രേതഗ്രാമിൽ വൈറലായ ഒരു സോങ്ങുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു വട ആൻഡ് ടീം. സ്നേഹം തരണേ. തുടങ്ങാം. ഞാനൊരു പ്രേതമ അപ്രേത ആ ആ ആ, ഞാനൊരു യക്ഷിയ ആ യക്ഷി ആ ആ ആ, ഈ പ്രേതത്തിൻ കൂട്ടിൽ കൂത്ത് കൂത്ത് കൂത്ത്, ഞാനൊരു പ്രേതമാ അപ്രേതം പാത്തിയാ ഫാത്തിമ. നീ എന്ത് തേങ്ങയാടി പാടുന്നേ? താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ടായിരുന്നടി എന്റെ പാട്ട്? അയ്യോ, കൊള്ളൂലായിരുന്നടി. അല്ലെങ്കിലേ നിനക്ക് അസൂയ. നീ പോടി പ്രേതച്ചി, നീ പോടി യക്ഷിച്ചി. അയ്യോ നിർത്ത നിങ്ങളുടെ ഇച്ചിച്ചി. എന്റെ പ്രേത പെണ്ണുങ്ങളെ, ഞാൻ പറയുന്ന കേൾക്കൂ. നമ്മള് മനുഷ്യരല്ല, നമ്മള് പ്രേതങ്ങളാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ക്ഷീണിച്ചു വരുന്ന യക്ഷിച്ചികൾക്ക് കരിമ്പനയുടെ താഴത്തെ കൗണ്ടറിൽ നമ്മൾ ബ്ലഡ് ഓംലേറ്റും വെയിൻ നൂഡിൽസ് കൊടുക്കുന്നുണ്ട്. പ്രേതാർക്കാണ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അത് പറഞ്ഞപ്പോഴാടി ഞാൻ ഓർത്തത്. നീ അറിഞ്ഞില്ല പ്രേത പഞ്ചായത്തിൽ പ്രേതാർ കാർഡ് പുതുക്കുന്നുണ്ട്? അയ്യോ, അത് ഞാൻ പോയടി. പക്ഷെ എന്റെ ഡ്രംസ്റ്റ സ്കാൻ ആവാത്തോണ്ട് എനിക്ക് പ്രേതാർ കാർഡ് കിട്ടിയില്ല. ഞാൻ പിന്നെ അതിനങ്ങോട്ട് പോയില്ല. ഈ പറയുന്ന ദ്രംഷ്ട പഞ്ചായത്തിൽ ഈട് വെച്ചിട്ടാ ഞാൻ പനമേയ 4 ഓല വാങ്ങിയത്. അപ്പൊ അതിന് പകരം 2 വിളക്കത്തിരി വെച്ചാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കേക്കണോ പ്രിയ കൂട്ടരെ? കേക്കണോ? ഈ വിളക്കത്തിരി വെച്ച് ഞാൻ ഇന്നലെ ഒരു ചെറിയ ചെക്കന്റെ ചങ്കിലെ ചോര കുടിക്കാൻ പോയി. അല്ല, ചെറിയ ചെക്കന്റെ ചങ്കിലെ ചോര കുടിക്കാൻ പോയി. ഇവൻ ഈ വിളക്കത്തിരി തീപ്പച്ചി ഒടിച്ച് കത്തിച്ചടേ. കുണ്ട രണ്ടിയാപ്പീസിന്റെ പോക്കോഴൽ ഏതാ, എന്റെ മൂക്ക് ഏതാ എനിക്ക് സംശയമായി. വെൽക്കം അഗൈൻ ടു പ്രേതോത്സവം 2025. നിങ്ങൾക്കായി ഇതാ മിസ് ഗോസ്റ്റ് അഥവാ മിസ് പ്രേതം റാം വാക്ക് കോമ്പറ്റീഷൻ. പനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന 2 റൗണ്ട് മത്സരങ്ങൾക്കൊടുവിൽ 3 കണ്ടസ്റ്റന്റുകളാണ് ഫൈനൽ എത്തിയിരിക്കുന്നത്. ഒന്നാമത്തത് പ്രേതങ്ങൾക്കിടയിലെ കുലസ്ത്രീ എന്നറിയപ്പെടുന്ന മിസ് മറുത. ആങ്കർ ഞാൻ പറയും. പ്രേതങ്ങൾക്കിടയിലെ കന്യക എന്നറിയപ്പെടുന്ന മിസ് വട. എടുക്കട്ടെ. പ്രേതങ്ങൾക്കിടയിലെ തള്ള എന്നറിയപ്പെടുന്ന മിസ്സിസ് നീലി. അതെന്ത് പരിപാടിയാടി? ഞാൻ മിസ്സിസോ? ഓയോ പനയെന്ന് പിടിക്കുമ്പോ ആലോചിക്കണായിരുന്നടി. ഒരു രസല്ലേടി, അങ്ങ് വെട്ടിക്കൊടുക്ക. വെട്ടത്തില്ല. അപ്പൊ നമുക്ക് റാം ബാക്കിലേക്ക് കിടക്കാം. എങ്ങോട്ടാ? റാം ബാക്കിലാണോ? ഇത് പേപ്പട്ടി പഠിച്ചാൽ സൂചി വെക്കാൻ പഞ്ചായത്ത് പോവല്ല. നല്ലോണം നടക്ക്. You don't know what you started, didn't come here to play. You're all up in my body, psychoactive, fade away. You don't know what you started, didn't come here to play. You're all up in my body, psychoactive, fade away. ഇതെവിടുത്തെ കേറി? ഞാൻ വിചാരിച്ച സാരിയിലെ സീക്വൻസ് ആണ്. കൊളാക്കിയല്ലോ. എല്ലാം കൊളാക്കി. ഞാനല്ല കൊളമാക്കിയേ, ഞാനല്ല കൊളമാക്കിയേ. ഞങ്ങളെ പരിപാടിക്ക് കൂവിയത്? അയ്യോ, കൂകിയതല്ലേടി, എന്റെ ഭർത്താവ് രഘുവേട്ടനാ. രഘുവിനെന്ത് പറ്റേ? ഒന്നും പറയണ്ട. മൂപ്പർക്ക് മനുഷ്യച്ചോര കിട്ടാണ്ടായപ്പോ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് കുറുക്കന്റെ ചോര എടുത്ത് കുടിച്ചതാ. എന്നിട്ട് എന്താ, ഇപ്പം വെയിലും മഴയും ഒരുമിച്ച് പെയ്യുമ്പോ മൂപ്പര് മുറ്റത്തിറങ്ങി കൂകുവടി. ഒരു റാപ്പിലേക്ക് കിടന്നാലോ? ഞാൻ സെറ്റ് ചെയ്ത റാപ്പ് സോങ് ഉണ്ട്. അയ്യോ, നീ പാടണ്ട. ഞാൻ പാടും. നീ പാടണ്ട, പാടണ്ട മറുതെ പാടണ്ട. ഞാൻ റാപ്പ് പാടും. മറുത റാപ്പണ്ട. ഈ കണ്ടോ ഈ യക്ഷിച്ചികളൊക്കെ കണ്ടോ? അവരൊക്കെ യുവാക്കളെ ചോര കുടിച്ച് തിളച്ചിരിക്കുക. അവരൊരു റാപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പാടട്ടെ? അനൗൺസ് ചെയ്തോ? നോക്ക് മക്കളെ, നോക്ക്. അടിപൊളി യുവാക്കൾക്ക് ഹരമായിട്ട് ഒരു റാപ്പ് സോങ്ങുമായി എത്തുന്നു മറുത. ഈ യക്ഷ
യക്ഷയുടെ കരച്ചില്ല കേട്ടത്, ചുടുചോരയെല്ലാം അവളാണ് കുടിച്ചത്, കട്ടച്ചോറ് അവള കുടിച്ചത്. പനയുടെ മക്കളാ പനയുടെ, യക്ഷയുടെ കരച്ചില്ല കേക്കണ്, ചോരയെല്ലാം അവളാണ് കെട്ടത്, കട്ടച്ചോറ് അവള കുടിച്ചത്. പനയുടെ മക്കളാ പനയുടെ. താങ്ക് യു വെരി മച്ച്. നിന്റെ പാട്ട് കേട്ടിട്ടെ ഒരാൾ സ്റ്റേജിലോട്ട് കേറി വരുന്നുണ്ട്, ചുമപ്പും ചുമപ്പൊക്കെ ഇട്ടോണ്ട് വരുന്നത്. സാന്താക്ലോസോ? ഏയ് സാന്താക്ലോസ് അല്ലടി, അയാളെ കയ്യിൽ കുപ്പിയൊക്കെ ഉണ്ട്. പാടേ. അയ്യോ ഇനി എനിക്ക് പാടാനൊന്നും വയ്യടി. അതല്ലടി മേപ്പാടെ. അയ്യോ മേപ്പാടുന്നു. അയ്യോ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുടിക്കലല്ല അടച്ച്. അയ്യോ ഒരു ബിരിയാണി ചെമ്പിലുള്ള ആൾക്കാരുണ്ട്, ഞാൻ പോവാണേ. ഞാനും പോവാ. നല്ല കൈയടി വരട്ടെ. നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്, കഴിഞ്ഞോട്ടെ. കൊള്ളായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. പ്രേതങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളത് നല്ലതാ കേട്ടോ. അതെ, അവിടെയും കോമ്പയറിങ് പഠിപ്പിക്കാൻ ജീവൻ ഉണ്ടെന്നുള്ളതാണ്. അവിടെ പോലും എനിക്ക് എന്നുള്ളതാ. അപ്പൊ എന്തായാലും സബ്ജക്റ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിങ്ങളെല്ലാവരും നല്ലവണ്ണം ചെയ്യുന്ന, നിങ്ങൾ രണ്ടുപേരും നേരത്തെ വന്നിട്ടുള്ളതല്ലേ? അതെ അതെ. മീനു ഫസ്റ്റ് ടൈം അല്ലേ? അതെ ഫസ്റ്റ് ടൈം. മീനു എവിടെയാ? കോഴിക്കോടാ? വീട് പത്തനംതിട്ടയാണ്, വർക്ക് ചെയ്യുന്നത് കാലിക്കട്ട്. അപ്പം നിങ്ങൾ നല്ലവണ്ണം ചെയ്യുന്നവരായതുകൊണ്ട് സബ്ജക്റ്റ് അടുത്തത് നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ചിരികളും കുറച്ചുകൂടെ രസമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ ഇതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ? അപ്പം അങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ തപ്പിയെടുക്കണം കേട്ടോ. അങ്ങനെ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ വരിക. പിന്നെ പ്രേതങ്ങളായതുകൊണ്ട് ഒരു പരിധി ഉണ്ടല്ലോ ചിരിപ്പിക്കുന്നതിന്. അപ്പം അത് ആ പ്രേതത്തിന് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതായാലും അടുത്ത പ്രാവശ്യം അതേപോലെ ഒന്ന് വരിക. ഓക്കെ. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ, അക്ഷയ്, അതുൽ, മീനു, നന്നായിരുന്നു. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടെത്തിയ ആ വിഷയം കൊള്ളാം. നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് നന്നായിട്ടുണ്ട്. എനിക്ക് പിന്നെ എടുത്തു പറയേണ്ടത് നിങ്ങൾ രണ്ടുപേരും ആ ഫീമെയിൽ മാനറിസം സൂപ്പറായിട്ട് നിങ്ങൾ ചെയ്തു കേട്ടോ. ഒരു സ്ഥലത്ത് പോലും അത് ഡ്രോപ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. അടിപൊളിയായിട്ട് ചെയ്തു. മീനു നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഓക്കെ മീനു, പത്തനംതിട്ട എവിടെയാണ്? പത്തനംതിട്ട അടൂരാണ്. ഇതുപോലൊരു ഫ്ലോറിൽ ഫസ്റ്റ് ടൈം ആണല്ലേ? അതെ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ഫ്ലോറിൽ പെർഫോം ചെയ്യുന്ന ഒരിക്കലും പറയില്ല. അതിൻ്റെതായ യാതൊരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കൂളായിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്ന പോലെയാണ് മീനു പെർഫോം ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ മൂന്നുപേരും നന്നായിരുന്നു. ഈ പറയുന്ന പോലെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നല്ല പുതുമയുള്ള വിഷയങ്ങൾ എടുക്കുന്നതിനോടൊപ്പം നല്ല നല്ല പൊട്ടിച്ചിരികളുമായിട്ട് വേണം വരാൻ കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജേട്ടാ. ഷാജോൺ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത സ്ത്രീകളുടെ കഥാപാത്ര മാനറിസം നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നു എന്ന് കാണാൻ കൊതിയായി. നല്ല സുന്ദരികളായിട്ടുള്ള യക്ഷികൾ കേട്ടോ, 3 പേരും യക്ഷികളാണ്. ഈ ഡ്രാക്കുള സുന്ദരനായിരുന്നു, അദ്ദേഹത്തിനും കൂടി കൂട്ടാമായിരുന്നു. ഒരു മെയിൽ, നിങ്ങൾ രണ്ടും മെയിലാണ്. ഒരു ഓക്വേർഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നു. മീൻ ഇവരുടെ ഒപ്പം എങ്ങനെ ഈ സ്ത്രീകളുടെ ഒപ്പം എങ്ങനെ പിടിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടെന്താണെന്ന് അറിയട്ടെ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ യക്ഷികളെ വെച്ച് കോമഡി ആയിട്ട് ചെയ്യുന്നതാണ് സിനിമകളിൽ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ വീണ്ടും കോമഡി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടെ നിങ്ങൾ പിടിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത തവണ പുതിയൊരു കോൺസെപ്റ്റായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു. അപ്പോ നസീർക്ക, യക്ഷികൾക്ക് എത്ര മാർക്ക്? ഞാൻ ഒരു 5000 രൂപ കൊടുക്കാം. 5000 രൂപ. ഓക്കെ ചിരിച്ചേട്ടാ? 5000. ടോട്ടൽ 10000 രൂപ. ബാക്കി എൻ്റെ വക. ടോട്ടൽ എമൗണ്ട് 20000 രൂപ. ഇതല്ല, അടുത്ത പ്രാവശ്യം വരുമ്പം ഒരുപാട് പൊട്ടിച്ചിരികളുമായിട്ട് വന്ന് കുറെ പൈസ വാങ്ങിച്ചോണ്ട് വേണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒന്നോ 2 കാര്യം പറ. പറഞ്ഞോട്ടെ. പിന്നെ പറ. അല്ല, ഞാനിപ്പോ ഇവിടെ ഈ ഫ്ലോറിൽ എത്താൻ കണ്ട എന്നെ സപ്പോർട്ട് ചെയ്ത കുറെ പേരുണ്ട്. നേറ്റും കൂടെ എന്റെ അച്ഛന്, അമ്മ, എന്റെ അനിയൻ. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ CNO ഷീല മാം. പിന്നെ ഞാൻ ഒറ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങക്ക് ലീവ് അനുവദിച്ചു കിട്ടത്തില്ല. നിങ്ങളുടെ കുറെ കേസ് ഉള്ളതുകൊണ്ട് സർജറിയും കാര്യങ്ങളൊക്കെ വരും. ഏത് ഹോസ്പിറ്റലാണ്? അപ്പൊ നമ്മുടെ മാനേജർ റിറ്റി ചേച്ചി, OT മാനേജർ റിറ്റി ചേച്ചി, പിന്നെ സൂപ്പർവൈസർ സ്മിതേച്ചി, സൂപ്പർവൈസർ മോളി ചേച്ചി, പിന്നെ TL ആയ ബിൻസി ചേച്ചി, എമിലിൻ, ഐശ്വര്യ, പിന്നെന്താ ടീന, ധന്യ, ഒരുപാട് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അല്ല, ഒരുപാട് നന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് കിട്ടാത്തൊരു സിറ്റുവേഷനിലും ഞങ്ങൾ ഡബിൾ ഡ്യൂട്ടി വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് അവർ എൻ്റെ കൂടെ നിന്ന് ഞാനിവിടെ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ, എനിക്കിവിടെ വരാൻ പറ്റിയെങ്കിൽ അത് അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി. ഇനി ഇതേപോലെ ഒരുപാട് ലോങ് ഗ്യാപ്പ് എടുക്കാതെ നല്ല പരിപാടിയായിട്ട് വേഗം വരണം. ഓക്കെ, ബൈ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ സമയം ഏതാണ്ട് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു.
എല്ലാവരും പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങാം. ബാക്കി ചിരി നാളെ അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.